ഹായ് ഗൈസ്, എൻ്റെ ഫ്രണ്ട്സും പരിചയമുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. തായ്ലാൻഡ് പോയിട്ട് വന്നല്ലോ, എത്ര ബഡ്ജറ്റായി നിങ്ങൾക്ക്, എന്തൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്, വിസ ഒക്കെ ഈസിയാണോ കിട്ടാനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ തായ്ലാൻഡ് പോയിട്ട് വന്ന ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തിരിക്കുന്ന ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. സോ ഇതുവരെ ഞാൻ ഒരു കൺട്രിയിലും പോയിട്ടില്ല, പുറത്തോട്ട് ഇന്ത്യ വിട്ട് പുറത്തെങ്ങും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോകണമെന്ന്. അപ്പോൾ ഏത് കൺട്രിയാണ് നമ്മൾ ബഡ്ജറ്റും നോക്കണ്ടേ. അപ്പോൾ എനിക്ക് ബഡ്ജറ്റും ഇത്തിരി നോർമലായിട്ടുള്ള ആവറേജ് ബഡ്ജറ്റാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഗൂഗിളിൽ ഞാൻ ചെന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ കൺട്രിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, കുറഞ്ഞ കാശിന് ഏത് കൺട്രിക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒരു 10-15 കൺട്രി എനിക്ക് ലിസ്റ്റായിട്ട് കിട്ടിയായിരുന്നു. അതിൽ ഞാൻ സെലക്ട് ചെയ്തത് തായ്ലാൻഡ് വളരെ ബഡ്ജറ്റ് കുറവായിട്ടുള്ള ഒരു കൺട്രി, എല്ലാ ഇന്ത്യൻസിനും ഈസി ആയിട്ട് ഒന്ന് പോയിട്ട് വരാനുള്ള ഒരു കൺട്രി ആയിരുന്നു തായ്ലാൻഡ്. അങ്ങനെ ഞാൻ തായ്ലാൻഡ് സെലക്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് തായ്ലാൻഡിലെ എന്തൊക്കെ സ്ഥലങ്ങൾ ഉണ്ട്, എവിടൊക്കെയാണ് നല്ല സ്ഥലങ്ങൾ. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് 3 സ്ഥലങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ബാങ്കോക്ക്, തായ്ലാൻഡിന്റെ ഹെഡ്. നെക്സ്റ്റ് പട്ടായ എന്നുള്ള ഒരു സ്ഥലം. മൂന്നാമത്തത് പുക്കറ്റ്, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സ്ഥലവും നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല എന്റർടൈൻമെന്റും കുറേ നല്ല നേച്ചറും അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു സ്റ്റഡി എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് പട്ടായ. മാത്രമല്ല എനിക്ക് വന്നിട്ട് ഒരു 5 ദിവസമേ ഉള്ളൂ സമയം കിട്ടിയത്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ ഞാൻ പോയിട്ട് വരണം. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്തിലൊക്കെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സോ പട്ടായ ഞാൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അടുത്തത് ഞാൻ സ്റ്റഡി ചെയ്തത് എന്തൊക്കെ ഡോക്യുമെന്റ് വിസയ്ക്ക് വേണമെന്നുള്ളത് സ്റ്റഡി ചെയ്തു. നോർമലി വിസ ഓൺ അറൈവൽ പട്ടായയില് തായ്ലാൻഡിൽ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ മാത്രമല്ല, പുറത്തുള്ള കൺട്രിയിലും ചില കൺട്രിയിലൊക്കെ സെലക്റ്റഡ് കൺട്രിയിലൊക്കെ അവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വിസ ഓൺ അറൈവൽ എന്ന് വെച്ചാൽ നമ്മൾ വിസ ഇവിടെ ഇരുന്ന് വിസ എടുക്കണ്ട, നേരെ അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വിസയുടെ ഡോക്യുമെന്റ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആവശ്യമുണ്ടോ അതൊക്കെ കൊടുത്തിട്ട് വിസ ഓൺ അറൈവൽ അങ്ങനത്തെ ഒരു വിസ അവിടെ തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൽ എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ വർഷം തായ്ലാൻഡ് ഒരു ചില കൺട്രിയിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൺട്രിയിൽ നിന്ന് വരുന്ന എല്ലാം പാസഞ്ചേഴ്സിനും ഫ്രീ വിസ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നേരത്തെ പൈസ കൊടുക്കണം അവിടെ ഇറങ്ങുമ്പോൾ വിസ എടുക്കാനൊക്കെ. ബട്ട് ഇപ്പോൾ ഫ്രീ വിസ എന്ന് വെച്ചാൽ പൈസ ഒന്നും കൊടുക്കണ്ട, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പൈസയും കൊടുക്കണ്ട, വിസയും എടുക്കണ്ട. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനുള്ള ഡോക്യുമെന്റ് ഉണ്ട്, ആ ഡോക്യുമെന്റ് നമ്മൾ കൊണ്ടുപോകണം. ഈ ഡോക്യുമെന്റ് എന്തോന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള ഡോക്യുമെന്റ് അവിടെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ ചോദിക്കും, നമുക്ക് അറിയത്തില്ല, എനിക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സോ എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഐഡിയ കിട്ടിയതും എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പാസ്പോർട്ട് 6 മന്ത് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നമുക്ക് വേണം. രണ്ടാമത്തത് അതിൽ 2 പേജ് ബ്ലാങ്ക് ആയിരിക്കണം. പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അതിൻ്റെ ബുക്കിംഗ് റിസർവേഷൻ വൗച്ചർ അത് വേണം. നെക്സ്റ്റ് വന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് കമ്പൽസറി വേണം. പിന്നെ തായ് ബാത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ കറൻസി, ആ കറൻസി 10,000 റുപ്പീസ്, 10,000 രൂപ അടുത്തുള്ള ഒരു വാല്യൂ ഉള്ള ഒരു കറൻസി അവർക്ക് കാണിക്കണം. നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ US$ ആയിട്ടോ അല്ലെങ്കിൽ യൂറോസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ INR ആയിട്ടോ നമുക്ക് കാണിക്കേണ്ടി വരും. അത് തായ് ബാത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഒരു 10,000 തായ് ബാത്ത് അവർക്ക് കാണിക്കണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ വന്നിട്ട് ഒരു 25,000 രൂപ 26,000 രൂപ അടുത്ത് നമുക്ക് വരും. സോ ഇത് കമ്പൽസറി ആയിട്ട് കാണിക്കും. ഇത്രേ ഉള്ളൂ ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഡോക്യുമെന്റ് ആദ്യം കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഡോക്യുമെന്റ് എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് വന്നിട്ട് എനിക്ക് വേറെ ഒരു പേഴ്സണൽ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 24,000 രൂപ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എനിക്ക് ചിലവായി. എന്ന് വെച്ചാൽ 24,000 രൂപ ഞാൻ കുറെ ആഡോൺസ് ഒക്കെ ചേർത്തു, ഫുഡും പിന്നെ വിൻഡോ സൈഡ്
സീറ്റും അങ്ങനെയൊക്കെ കുറെ ആഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് സാധാരണ തായ് എയർ ഏഷ്യ ഈ ഫ്ലൈറ്റ് നമ്മൾ മോസ്റ്റ്ലി ഇതായിരിക്കും കൂടുതൽ സർവീസ്. സോ തായ് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് 18,000 രൂപ 18,000 റുപ്പീസ് ടിക്കറ്റ് കിട്ടും, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. ചിലപ്പോൾ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്താൽ 17,000 റുപ്പീസിന് ചിലപ്പോൾ ഓഫറിലൊക്കെ കിട്ടും. ഒരു 2 മാസം മുൻപേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒന്ന് ബുക്ക് ചെയ്താൽ. ഏറ്റവും കുറവായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു, ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്. സോ ബാങ്കോക്കില് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് കൊച്ചിനിലിരുന്നായാലും ചെന്നൈയിലിരുന്നായാലും പിന്നെ ബാംഗ്ലൂരിലിരുന്നായാലും ബാങ്കോക്ക് ഏറ്റവും കൂടുതൽ പോയി റീച്ച് ആകുന്ന സ്ഥലം. അപ്പൊ അവിടെ 2 എയർപോർട്ട് ഉണ്ട്. അതിൽ ഒന്ന് ഡോങ്മോങ് എയർപോർട്ട്, രണ്ടാമത്തത് സുവർണഭൂമി. ഈ 2 എയർപോർട്ടാണ് അവിടെ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ തായ് എയർവേസ് മിക്കവാറും കൂടുതൽ സർവീസ് ഡോങ്മോങ് എയർപോർട്ടിലാണ് പോയി ലാൻഡ് ആകുന്നത്. അങ്ങനത്തെ ഓഫർ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കൊച്ചിൻ എയർപോർട്ടിലിരുന്ന് നേരെ ഡോങ്മോങ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. എനിക്ക് ടിക്കറ്റ് എമൗണ്ട് വേറെയാണ്. മാക്സിമം നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല ആപ്പിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ടിക്കറ്റ് റേറ്റ് 18,000 രൂപ അല്ലെങ്കിൽ 17,000 രൂപയ്ക്ക് പറഞ്ഞതുപോലെ തീരും. രണ്ടാമത്തത് അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ടാക്സി ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. ടാക്സി എന്ന് വെച്ചാൽ എനിക്ക് ഒരു 1,500 ബാത്ത് എനിക്ക് കിട്ടി ചിലവായി. 1,500 ബാത്ത് ആകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു 4,000 രൂപ 4,500 രൂപ ചിലവ് വരും ടാക്സി. എന്ന് വെച്ചാൽ ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ട് എയർപോർട്ടിലിരുന്ന് പട്ടായ എന്നുള്ള ഈ സ്ഥലത്തിൽ പോകാൻ. സോ എനിക്ക് അത് ഒരു ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഒരു 4,000 രൂപ അടുത്ത് എനിക്ക് അത് ചിലവായി. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ അവിടെ ലാൻഡ് ആയതിനു ശേഷം ഞാൻ ടാക്സി എടുത്തു. ടാക്സിയിൽ പേ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ഇൻ ചെയ്ത ഒരു ഹോട്ടൽ എന്ന് വെച്ചാൽ പട്ടായയിലെ ദ ക്ലാസ് റൂം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത്. അത് വന്നിട്ട് ഒരു ഇംഗ്ലണ്ട് ആളുടെ ഹോട്ടലാണ്. അതിൻ്റെ ഓണർ വന്നിട്ട് ഒരു ഇംഗ്ലണ്ട് പേഴ്സൺ. സോ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാം സ്റ്റാഫും തായ്സ ആൻഡ് വളരെ ഫ്രണ്ട്ലി. ഈ ഹോട്ടലിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ മാത്രമല്ല, ആ ഹോട്ടൽ മാത്രമല്ല, പട്ടായയിലുള്ള മിക്ക ഹോട്ടൽ റേറ്റ് നല്ല കുറവാണ്. എനിക്ക് ഈ ഹോട്ടലിൽ 1,600 റുപ്പീസ് 1,600 രൂപ നമ്മുടെ ഇന്ത്യൻ മണി ഒരു ദിവസത്തിന് ചിലവായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അതിൻ്റെ പ്രൈസ് ഇന്ത്യൻ മണി. അപ്പൊ തായ് ബാത്താകുമ്പോൾ വേറെ ഇന്ത്യൻ മണി 1,600 രൂപ, വളരെ ചീപ്പ് ഹോട്ടൽ. ഞാൻ മറ്റേ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. റെഫ്രിജറേറ്റർ, പിന്നെ AC, ബാൽക്കണി, നല്ല സ്പേസ് ഉള്ള റൂംസ്, ക്ലീൻ ആൻഡ് നീറ്റ്, എല്ലാ സർവീസും ഉണ്ട്. ആൻഡ് സ്റ്റാഫ് ഒരു 15 സ്റ്റാഫ് കാണും. അവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. നമുക്ക് എല്ലാ ഫെസിലിറ്റിയും നമുക്ക് തരുന്നുണ്ട് അവർ. ആൻഡ് വളരെ നീറ്റായിട്ടുള്ള നല്ല ഒരു ഹോട്ടലാണ്. 14 റൂമുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. സോ അതും ബഡ്ജറ്റ് കുറവ്. ഏകദേശം എനിക്ക് ഒരു 10,000 രൂപ ചിലവായിട്ടുണ്ട് 5 ദിവസത്തിന്. 5 ദിവസമാണ് ഞാൻ പോയത്. സോ അതേപോലെ ഹോട്ടൽ ഇഷ്ടംപോലെ ഓൺലൈനിൽ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നല്ല ഓഫറിലും തരുന്നുണ്ട്. കുറേ ഓൺലൈൻ ആപ്പുകളുണ്ട്. ആപ്പ് വഴിയും ആ ഹോട്ടൽ ബുക്ക് ചെയ്യാം. booking.com, അഗോഡ, പിന്നെ മേക്ക് മൈ ട്രിപ്പ്, അങ്ങനെ കുറേ ആപ്പ്, ഒരു 40-45 ആപ്പുകളുണ്ട്. അവർ ഓരോ ആപ്പിലും ഓരോ റേറ്റ് ഈ ഹോട്ടൽസിന് ഇടുന്നുണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് കുറഞ്ഞ റേറ്റിൽ നല്ല ഓഫറിൽ നമുക്ക് ബുക്ക് ചെയ്യാം. സോ ഞാൻ ബുക്ക് ചെയ്തത് അഗോഡ വഴിയാണ്. അത് നല്ല സേഫ്റ്റിയാണ്, 100%. അഗോഡ ആപ്പ് വന്നിട്ട് നല്ല ഗ്യാരണ്ടി തരുന്ന ഒരു ആപ്പായിരുന്നു. അതുവഴി ഞാൻ ബുക്ക് ചെയ്തു. പിന്നെ അവിടെ വന്നിട്ട് ഫുഡിനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല, വലിയ ചാർജ് ഇല്ല. 2 രീതിയിലുള്ള ഫുഡുണ്ട്. എന്നുവെച്ചാൽ 2 രീതിയിൽ എന്ന് വെച്ചാൽ തായ് ഫുഡ് ഒന്ന്, പിന്നെ വെസ്റ്റേൺ ഫുഡും നമുക്ക് കിട്ടും. റേറ്റ് എല്ലാം കുറവാണ്. ഞാനിപ്പോൾ ചില വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രോഗിനെ ഞാൻ കഴിക്കുന്നതും പിന്നെ ക്രോക്കഡൈൽ മുതലയൊക്കെ ഞാൻ കഴിക്കുന്ന ഒരു ചില ഇതൊക്കെ. അത് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. ബട്ട് ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, ഏതെങ്കിലും ഒരു കൺട്രി പോകുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യണ്ടേ. ആ ഒരു കാരണത്തിനാണ് ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ല, ആവറേജ്. പിന്നെ നമുക്ക് തായ് ഫുഡുണ്ട്, നൂഡിൽസ്, ചിക്കൻ, അങ്ങനെയെല്ലാം. ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരു 80 ബാത്ത്, 50 ബാത്ത്, ഒരു 100 ബാത്ത് അങ്ങനെയൊക്കെയേ ഉള്ളൂ. ഒരു ദിവസം ഒരാൾ 1,000 ബാത്ത്, 1000 ബാത്ത് ചിലവാകും. എന്ന് വെച്ചാൽ ഫുഡിന്, ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സും വെള്ളവും അങ്ങനെയൊക്കെ 3 നേരമുള്ള ഫുഡ്.
ഒരു 150 രൂപ ഒരു നേരത്തിന് ചിലവാകും ഒരു പേഴ്സൺ പോകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ ഇതെല്ലാം കൂടി വന്നാൽ ഒരു 1000 രൂപയ്ക്ക് നമ്മൾ ചിലവ് ചുരുക്കി. പിന്നെ വേറെ ഈ എൻ്റർടൈൻമെൻ്റ് ഒന്നും നമ്മൾ പോകുന്നില്ല. ഈ മറ്റേ എന്തുവാ ഈ ബോട്ടിങ്ങോ അതൊക്കെ വേറെ സെപ്പറേറ്റ്. ഇത് ഒരു ബോട്ടിങ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഡ്രാമാസ് ഒക്കെ പോകുന്നതോ ഇല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് സെപ്പറേറ്റ് ചാർജസ്. അതൊക്കെ നമ്മൾ എക്സ്പെൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കാം. അതെല്ലാം റേറ്റ് കുറവും ഉണ്ട് കൂടുതലും ഉണ്ട്. ആൻഡ് ലോക്കലൊക്കെ പോകുമ്പോൾ ലോക്കൽ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പട്ടായ മൊത്തം കറങ്ങാൻ എല്ലാം മിക്കവാറും എല്ലാവരും നടന്നാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ ടുക് ടുക് എന്നുള്ള ഒരു വണ്ടിയുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 10 ബാത്ത് കൊടുക്കുമ്പോൾ 10 ബാത്ത് ആകുമ്പോൾ ഒരു 25 രൂപ അടുത്ത് വരും നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി. 10 ബാത്ത് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു 5 കിലോമീറ്റർ ഒരു 7 കിലോമീറ്റർ അത്രയും ദൂരമൊക്കെ എല്ലായിടത്തിലും നമുക്ക് പോവാം. സോ ഷെയർ ഓട്ടോ പോലെ തന്നെ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ പട്ടായ മൊത്തം മ്യൂസിക്കാണ്, എവിടെ ചെന്നാലും മ്യൂസിക് ഉണ്ട്. ഏത് കടയിൽ പോയാലും എനിക്ക് റെക്കോർഡിങ് മ്യൂസിക് ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ആവും യൂട്യൂബിൽ. അതുകൊണ്ട് എനിക്ക് മ്യൂസിക് കട്ട് ചെയ്തിട്ടാൽ ഞാൻ എൻ്റെ റെക്കോർഡിങ് എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡിങ് ഇടുന്നത്. ആൻഡ് എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, എൻ്റെ സ്ലാങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചെന്നൈയിലാണ് വളർന്നതും പഠിച്ചതും, മലയാളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്ലീസ് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ്, സോ ഞാൻ താമസിച്ച ആ ഹോട്ടല് തൊട്ട് വാക്കിംഗ് സ്ട്രീറ്റ് വന്നിട്ട് തൊട്ട് അടുത്ത വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഈ പട്ടായ ഉള്ള സ്ഥലത്തിൽ ഏറ്റവും സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ട്രീറ്റ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ക്ലബും പിന്നെ ഷോപ്സ്, നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഷോപ്സോ അല്ലെങ്കിൽ ഷൂസോ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള കുറേ കടകളുണ്ട്, മസാജ് സെൻ്റർ ഉണ്ട്, പിന്നെ ബാറുണ്ട്, മ്യൂസിക്കും പിന്നെ എൻ്റർടൈൻമെൻറ്റ്. നടക്കുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ മാജിക് ഷോവും പിന്നെ തോക്ക് ഗൺ ഷൂട്ടിങ്സും അങ്ങനെ ഒരു നല്ല വൈബുള്ള ഒരു സ്ഥലമായിരുന്നു പട്ടായയിലെ ഉള്ള വാക്കിംഗ് സ്ട്രീറ്റ്. അത് നിങ്ങൾ ഗൂഗിളിൽ വെരിഫൈ ചെയ്യുമ്പോൾ കുറേ വീഡിയോസിലൊക്കെ കാണിക്കും. ആൻഡ് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ്. ബട്ട് അവർ വന്നിട്ട് മിക്കവാറും ഒരു 6 മണി വൈകിട്ട് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 2 മണി 3 മണി വരെയാ ഈ നൈറ്റ് ലൈഫ്. അവരെ എല്ലാവരും രാത്രിയാ ഏറ്റവും കൂടുതൽ. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് നോട്ട് ഓൺലി ഇന്ത്യ, അതർ കൺട്രി, ചൈനയിലെ, ജപ്പാനും പിന്നെ യൂറോപ്പിലെ ഉള്ള ആളുകൾ, അമേരിക്കൻസ്, ഇങ്ങനെ കുറേ രാജ്യത്തിലിരുന്ന് വരുന്ന ആളുകളെല്ലാം അവിടെ വന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. നല്ല ഒരു അറ്റ്മോസ്ഫിയർ. ആൻഡ് ഈ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഒരു 7 മിനിറ്റ് നടന്നു പോകുമ്പോൾ ഒരു ബീച്ചുണ്ട്, പട്ടായ ബീച്ചും നല്ല സൂപ്പർ ബീച്ച്. അതിൻ്റെ അകത്ത് ഫുൾ ബോട്ടിങ്, വാട്ടർ സ്പോർട്സ്, പിന്നെ ബോട്ട് റേസിങ്ങും റൈഡിങ്ങും അങ്ങനെ കുറെ എന്റർടൈൻമെന്റ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് സ്ട്രീറ്റ് ഫുഡ്, എല്ലായിടത്തും നല്ല സ്ട്രീറ്റ് ഫുഡ്. ഇതെല്ലാം ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് 18,000 രൂപയും പിന്നെ വിസയ്ക്ക് കാശില്ല, വിസ എടുക്കാൻ നമ്മൾ അമൗണ്ട് പേ ചെയ്യേണ്ട, ഫ്രീ വിസയ നവംബർ വരെ ഈ വർഷം. ആൻഡ് ടിക്കറ്റിനുള്ള അമൗണ്ട് ഹോട്ടലിന് കൂടി വന്ന ഒരു 10,000, ഇനിയും കുറച്ചുകൂടി നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു 13,000 രൂപ നമ്മുടെ ഇന്ത്യൻ മണി ചിലവാകും. പിന്നെ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന പട്ടായ വരെ വന്നിട്ട് റിട്ടേൺ പോകാനുള്ള ഒരു ചാർജ് ആകുമ്പോൾ ഒരു നമ്മുടെ ഇന്ത്യൻ മണിയിൽ ഒരു 8,000 രൂപയുടെ ഡിസ്റ്റൻസ് ഉണ്ട്, അത് 8,000 രൂപ ചിലവാകും. പിന്നെ ഫുഡൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 1000 ബാത്ത് അധിക പക്ഷം എന്ന് വെച്ചാൽ ഒരു 1,500 അല്ലെങ്കിൽ ഒരു അത്രയേ ഉള്ളു കൂടി വന്ന. അപ്പൊ അത്രയേ ഉള്ളു ഇതിന്റെ ചെലവ്. വന്ന ഒരു 50 60 രൂപയ്ക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇന്ത്യയിലിരുന്ന് തായ്ലാൻഡ് പോയിട്ട് വരാം. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ പ്രത്യേകിച്ചുള്ള ഒരു സ്ഥലം. ആൻഡ് അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 20,000 രൂപ എക്സ്ട്രാ നമുക്ക് ആവശ്യം വരും. സോ എന്തെങ്കിലും ഇതാ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വിസയുടെ ചാർജ് ഇല്ല, വിസ വേണ്ട. ഒരു 17 18,000 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും. പിന്നെ ഹോട്ടൽ ഒരു 10,000 12,000 രൂപ 15,000 രൂപയ്ക്കുള്ളിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാം. ഇതെല്ലാം ഒരു 5 ദിവസത്തിനുള്ള ഒരു 5 ദിവസത്തിനുള്ള ഒരു ബഡ്ജറ്റാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഫുഡിന് കൂടി വന്ന തായ് ബാത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 1,000 രൂപ 1000 തായ് ബാത്ത് നമുക്ക് ചിലവാകും. നല്ല രീതിയിലുള്ള ഒരു ഫുഡ് കഴിക്കാൻ പറ്റും 3 നേരവും ഒരാൾക്ക്. ഇതെല്ലാം ഒരാളുടെ ഒരു ചിലവാണ്.
സോ ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ മെസ്സേജ് അയക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇനി അടുത്തുള്ള വേറെ കൺട്രിയിലുള്ള യാത്രകളൊക്കെ ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. മുന്നോട്ട് പോകും. താങ്ക് യു.